നാമത്തിന് നന്ദിയോടെ സ്വാഗതം ചെയ്തു. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല സമയത്ത് പ്രാർത്ഥനാവിധി കേരള ചാപ്റ്ററിൻ്റെ ഈ കുടുംബ സംഗമത്തിൽ കിടന്നുവന്ന് നിങ്ങളോടൊപ്പമായിരിക്കാൻ, പ്രത്യേകിച്ച് കുടുംബമായി ദിവസത്തിലായിരിക്കാൻ ഒരുക്കിയ ഈ നല്ല അവസരത്തെ ഓർത്ത് കർത്താവിനെ സ്വാഗതം ചെയ്തു. ഞാൻ ക്രിസ്തുവിലേക്ക് സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന കർത്താവിദാസൻ പാസ്റ്റർ പെൻസിലാനിയും കേരള ചാപ്റ്ററിൻ്റെ ചെയർമാനായിരിക്കുന്ന ഹാപ്പി പാസ്റ്റർ, കോർഡിനേറ്ററായിരിക്കുന്ന മോൻസി പാസ്റ്റർ, അങ്ങനെ പേരെടുത്ത് പറഞ്ഞാൽ എല്ലാവരെയും പറയണം. പ്രത്യേകിച്ച് കിടന്നുവന്ന സാമ്പ്രദായ എല്ലാവരോടും ചേർന്നിങ്ങനെ ഒരവസരം ലഭിച്ചതിൽ ഞാൻ കർത്താവിനെ സ്വാഗതം ചെയ്യുന്നു. ഞാനും വളരെ യാദൃശ്ചികമായിട്ടാണ് പ്രാർത്ഥനാപരയുടെ ഒരു പ്രവർത്തകനായി മാറിയത്. എനിക്ക് ബെൻസൺ പാസ്റ്റർ ഒരു മുൻപരിധിയും ഇല്ലായിരുന്നു. അതിന് മുമ്പ് ഒരു മുൻകൂർ ജാമ്യം എടുക്കട്ടെ, എന്നോടൊരു 10 മിനിറ്റൊക്കെ എടുത്തോളം പറഞ്ഞാൽ ഞാൻ അത്രയൊന്നും പോകില്ല. സമയം ഓൾറെഡി മുൻപോട്ട് പോകും. ബെൻസൺ പാസ്റ്റർ എനിക്ക് വലിയ പരിചയമൊന്നും ഇതിനു മുമ്പില്ലായിരുന്നു. എന്നെ ബൈബിൾ കോളേജിൽ പഠിപ്പിച്ച ഗ്രീക്ക് പഠിപ്പിച്ചൊരു അധ്യാപകൻ, മണക്കാല ബൈബിൾ കോളേജിലെ ഒരു അധ്യാപകനാണ് കണക്ട് ചെയ്തത്. അന്ന് മുതൽ ഇന്ന് വരെ വലിയ സ്നേഹബന്ധം ആ ദേവദാസനുമായി പുലർത്തും. ഇപ്പോൾ ഈ അടുത്തിടെയായി ഹാർട്ടി പാസ്റ്ററുമായി വളരെ അടുത്ത ബന്ധമുണ്ട്, സ്നേഹബന്ധമുണ്ട്, വീട്ടുകാരുടെ ശിക്ഷാവിദ്യാറുണ്ട്. അങ്ങനെ പ്രാർത്ഥനാധുനിയുടെ ആ കുടുംബത്തിലെ ഒരു അംഗമായി അതിൻ്റെ ഒരു പ്രവർത്തനമായി തീരുവാൻ കർത്താവ് സഹായിച്ചു. ഞാൻ പ്രതിനിധാനം ചെയ്യുന്നത് UAE ചാപ്റ്ററിനെയാണ്. അതിൻ്റെ കോർഡിനേറ്ററായിരുന്നു, ഇപ്പോൾ വൈസ് ചെയർമാനാണ്. അപ്പോൾ തന്നെ നിങ്ങൾ അറിയുന്നത് പോലെ മാനേജിംഗ് കൗൺസിൽ കോർഡിനേറ്ററായി ഇപ്പോൾ സേവനം അനുഷ്ഠിക്കുന്നു. കർത്താവ് നമ്മളെല്ലാം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. നിങ്ങളെല്ലാം വളരെ ഒന്ന് സപ്രസ്ഡായിട്ട് ഇരിക്കുന്നവർ എനിക്ക് തോന്നുന്നു. ഉണ്ടോ? കേരള ചാപ്റ്റർ ഒരു വർഷം പൂർത്തിയാക്കി 2ാം വർഷത്തിലേക്ക് പ്രവേശിച്ചു. പ്രാർത്ഥനാവിധി 25ാം വർഷത്തേക്ക് പ്രവേശിച്ചു. എല്ലാവരും പറഞ്ഞത് പ്രാർത്ഥനയിൽ കൈത്താങ്ങുക എന്നുള്ളതാണല്ലോ നമ്മുടെ ലക്ഷ്യം. ഈ 2025 വിഷൻ പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ ഓടിയെത്തി. ഞാനൊരു പ്രത്യേകിച്ച് പ്രിപ്പറേഷനായിട്ടൊന്നും വന്നതല്ല. എന്നാൽ വിഷൻ പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ ഓടി വന്നൊരു വാക്യമാണ് സദൃശവാക്യം 17ാം അധ്യായത്തിൻ്റെ 17ാമത്തെ വാക്യം. അതിങ്ങനെയാണ് പറയുന്നത്: സ്നേഹിതൻ എല്ലാ കാലത്തും സ്നേഹിക്കും, അനർത്ഥകാലത്ത്. പ്രാർത്ഥനാവിന് പ്രിയപ്പെട്ടവരെ, നമ്മൾ ആരായിത്തീരണം? അനർത്ഥകാലത്ത് ആരായിത്തീരണം? അപ്പം സ്നേഹമുണ്ടെന്ന് പറഞ്ഞ് നടന്നിട്ട് കഥയില്ല. ഒരനർത്ഥം വരുമ്പം സ്നേഹിതൻ ആരായിത്തീരും? സഹോദരന്റെ റോഡിലേക്ക് മാറുക, അല്ലേ? എന്താ ആരാ സ്നേഹിതൻ? നമുക്കറിയാം, പുതിയ നിയമത്തിൽ വരുമ്പോൾ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ 10ാം അധ്യായത്തിൽ ഒരു ന്യായശാസ്ത്രി വന്ന് യേശുവിനോട് ചോദിക്കുന്നുണ്ട്, നിത്യജീവനെ പ്രാപിക്കാൻ ഞാൻ എന്ത് ചെയ്യും? കർത്താവ് തന്നെ മറുപടി, നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം. 2, കൂട്ടുകാരനെ. അപ്പം നിത്യത പോകാൻ എന്തു മതി? ഹലോ, നിത്യത പോകാൻ എന്ത് മതി? 1, ദൈവത്തെ സ്നേഹിക്കണം. 2, കൂട്ടുകാരെ സ്നേഹിക്കണം, മനുഷ്യനെ സ്നേഹിക്കണം. അതിനകത്ത് എല്ലാം ഉണ്ട്. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, ദൈവത്തെ സ്നേഹിക്കാത്ത ഏവനും ശപിക്കപ്പെട്ടവൻ. കൊരിന്ത്യർ ലേഖനത്തിലെ വാക്യമാണ്, ദൈവത്തെ സ്നേഹിക്കാത്ത ഏവനും ശപിക്കപ്പെട്ടവൻ. അപ്പോൾ കൂട്ടുകാരനെ തന്നെ പോലെ തന്നെ എന്ത് ചെയ്യണം? അപ്പൊ ഞാൻ ആ ഭാഗമൊക്കെ വായിച്ചു വരുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മനുഷ്യനെ, ആ ന്യായശാസ്ത്രി. അപ്പൊ അദ്ദേഹം ചോദിച്ചൊരു ചോദ്യമുണ്ട്, ആരാ കൂട്ടുകാരൻ? നമ്മളോടൊക്കെ കൂട്ടുകാരാണെന്ന് ചോദിച്ചാൽ നമുക്ക് വിളിച്ചിട്ട് പറയാൻ പറ്റും. ദേവകുട്ടി, ബാബുച്ചായ, തോമാച്ചായ, എല്ലാം കൂട്ടുകാരാണ്, അല്ലേ? പേര് പറയാനുണ്ട്. ഇതുപോലെ പേര് പറയാനുള്ള ഒരു മനുഷ്യനാണ് അദ്ദേഹം. പക്ഷെ അദ്ദേഹം യേശുവിനോട് ചോദിക്കുക, ആരാണ് കൂട്ടുകാരൻ? ആരാണ് സ്നേഹിതൻ? അപ്പൊ കർത്താവ് ഒരു ഉപമ പറയും, ഒരു സംഭവകഥ പറയും. എന്താ? നമുക്കറിയാം, നല്ല ശബരിക്കാരൻ്റെ ഒരു കഥയാണ് പറഞ്ഞത്. ഞാൻ ഇപ്പോൾ വളരെ വേഗം തീർത്താം. ഈ ശബരിക്കാരനെ കുറിച്ച് നിങ്ങളുടെ ആ ഒരു മൂടൊക്കെ മാറ്റിയെടുക്കാൻ വേണ്ടി ഒരു കാര്യം, ഞാൻ സാധാരണ ഈ ശബരിക്കാരൻ്റെ ഭാഗം സംസാരിക്കുമ്പോൾ സൂക്ഷിക്കുമ്പോഴൊക്കെ പറയുന്ന ഒരു ഉദാഹരണമാണ്. പണ്ടൊരു സൺഡേ സ്കൂൾ പഠിക്കുന്ന വിദ്യാർത്ഥി വല്ലപ്പോഴും ഒക്കെ സൺഡേ സ്കൂളിൽ കയറത്തുള്ളൂ. അപ്പോൾ ബാക്കി സമയം കളിക്കാൻ പോകും. അപ്പോൾ അവിടുന്ന് ഒക്കെ കേട്ടത് കൊണ്ടാണ് മനസ്സിലുണ്ട്. ഇവരൊക്കെ പെടുന്ന ഒരു സമയമുണ്ട്. എപ്പോഴാണ് പറയുന്നത്? പരീക്ഷയുടെ സമയം. അപ്പോൾ പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ വന്നു, നല്ല ശബരിക്കാരനെ കുറിച്ച് ഒരു എസ്സേ എഴുതുന്നു. പുള്ളി കേട്ടത് മനസ്സിലുണ്ട്. നിങ്ങളുടെ മനസ്സിലുണ്ടെന്ന് എനിക്കറിയാം. അപ്പോൾ ഇദ്ദേഹം എഴുതി, ഒരിക്കൽ ഒരു മനുഷ്യൻ യെരൂശലേമിൽ നിന്ന് യെരിഹോവിലേക്ക് പോകുമ്പോൾ, ശ്രദ്ധിച്ച് കേട്ടോടെ, അദ്ദേഹം എഴുതി വരിക, കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ടു. കള്ളന്മാരവനെ
വലിച്ചടിച്ച്, പിന്നെ പുള്ളിയുടെ ഭാഷയാണ്, അടിച്ചു, വെട്ടി, മുറിച്ച് പല കഷ്ണങ്ങളാണ്. ആ കഷ്ണത്തിൽ ചിലത് പാറപ്പുറത്ത് വീണു, ചിലത് വഴിയിലേക്ക് വീണു, ചിലത് മുള്ളിനിടയിൽ വീണു, ചിലത് നല്ല സ്ഥലത്ത് വീണു. ശേഷിച്ച കഷ്ണങ്ങൾ 12 കൊട്ട നിറച്ചെടുത്തു. കേൾപ്പാൻ ചെവിയുള്ളത് പുള്ളിയുടെ തന്നെ. പക്ഷെ ആ ഭാഗം നിങ്ങൾ ശ്രദ്ധിച്ച് പഠിച്ചാൽ, ഒരു മനുഷ്യൻ മുറിവേറ്റ് കിടക്കുന്നു. സ്നേഹിതൻ എങ്ങനെ സഹോദരനാകുന്നെന്ന് ആ ഉപമ നമ്മളെ പഠിപ്പിക്കും. മുറിവേറ്റ് കിടക്കുന്ന മനുഷ്യൻ, അവന്റെ അടുക്കലേക്ക് ആര് വന്നു? ആദ്യം പുരോഹിതൻ വന്നു, ലേവ്യൻ വന്നു. അവർ രണ്ടുപേരും മൈൻഡ് ചെയ്തില്ല, അവരങ്ങ് പോയി. കാരണം അവരെവിടെ പോകുന്നറിയാമോ? രണ്ടുപേരും പൗരോഹിത്യമാണ്, അല്ലെ? ലേവ്യനും പൗരോഹിത്യ കുടുംബമാണ്, പുരോഹിതനും ശുശ്രൂഷയുള്ളവരാണ്. എന്റെ ഭാഷ പറഞ്ഞാൽ ഒരാള് പുരോഹിതനും മറ്റേ പുള്ളി ഇവാഞ്ചലിസ്റ്റും. ഞങ്ങളെ പറയാൻ കുഴപ്പമില്ല. ഇവർ വന്ന് കണ്ടിട്ട് എന്ത് ചെയ്തു? മൈൻഡ് ചെയ്യാതെ പോയി. കാരണം അവർക്ക് വലുതെന്താ? ശുശ്രൂഷയാണ്. ശബ്ദത്തൊണ്ടല്ല അന്ന് മുഴുവൻ അശുദ്ധനാണ്. മീറ്റിങ്ങിന് പോയി പ്രസംഗിക്കാനുള്ളതാ. അപ്പൊ ഇങ്ങനെ ശുശ്രൂഷിക്കാനെങ്കിൽ കർത്താവ് അതുകൊണ്ടാണ് പറഞ്ഞത്, യാഗത്തിലല്ല കരുണയിലാണ്. ഞാൻ അതിനെ ഒന്നുകൂടെ ഇറക്കി പറയുക, യോഗത്തിലുമല്ല കരുണയിലാണ് ദൈവം പ്രസാദിക്കുന്നത്. അത് കഴിഞ്ഞ് ഒരു ശമര്യക്കാരൻ വന്നു. അതാണ് നമ്മുടെ റോൾ മോഡൽ. ശമര്യക്കാരൻ വന്ന് ചെയ്ത കാര്യങ്ങളൊക്കെ വിട്ട് പറഞ്ഞാൽ 10 കാര്യങ്ങൾ പിടിച്ചു. 1, അരികെ ചെയ്യും. 2, മനസ്സരി. 3, അവന്റെ മുറിവിൽ എണ്ണയും വീഞ്ഞും പകർന്നു, മുറിവ് കെട്ടി. പിന്നെ തന്റെ വാഹനത്തിൽ കയറ്റി വഴിയമ്പലത്തിൽ എത്തിച്ചു, അവനെ രക്ഷ ചെയ്തു. അന്ന് രാത്രി അവന്റെ കൂടെ പാർത്തു. വഴിച്ചെലവിന് 2 വെള്ളിക്കാശും കൊടുത്തു. 9ആയി. 10ാമത്തേത് എന്താണെന്നറിയാമോ? ഒരു വാഗ്ദത്തം കൂടെ കൊടുത്തു. എന്താ വാഗ്ദത്തം എന്നറിയാമോ? അധികം വല്ലതും ചെലവിട്ടാൽ വാഗ്ദത്തം, ഐ വിൽ കം ബാക്ക്, ഞാൻ മടങ്ങി വരും, ഞാൻ മടങ്ങി വന്ന് തീർത്തോളം. ഇത്രയും കാര്യങ്ങൾ അതിനകത്ത് ചെയ്തെങ്കിലും എന്നെ ഏറ്റവും ടച്ച് ചെയ്ത പോയിന്റ് എന്താണെന്നറിയാമോ? ഇത്രയും തിരക്കുള്ള ഈ ശമര്യക്കാരൻ, അദ്ദേഹം ഒരു ബിസിനസ്സുകാരനായിരിക്കാം, ഈ ശമര്യക്കാരൻ അന്ന് രാത്രി മുറിവേറ്റവന്റെ കൂടെ പാർത്തു. എന്തുകൊണ്ട്? ഇത്രയും തിരക്കുള്ള മനുഷ്യൻ മുറിവേറ്റ മനുഷ്യന്റെ കൂടെ അന്ന് പാർത്തു. എന്താ കാരണമെന്നറിയാമോ? മുറിവ് കെട്ടിയവൻ അറിയാം മുറിവിന്റെ ആഴം. എത്ര പേർക്ക് അവൻ പറയാൻ പറ്റും? മുറിവ് കെട്ടിയവൻ അറിയാം മുറിവിന്റെ ആഴം. അതുകൊണ്ട് ഈ മനുഷ്യൻ അറിയാം ഇന്ന് രാത്രി ഏറ്റവും വേദന അനുഭവിക്കുന്ന, നമുക്കറിയാമോ, നമ്മുടെ കയ്യിൽ ചെറുതായിട്ടൊന്ന് മുറിഞ്ഞാൽ പോലും ആ വേദന അന്ന് രാത്രിയിലായിരിക്കും. ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ ആഴമേറിയ മുറിവുമായി നിൽക്കുന്ന ഈ മനുഷ്യന് അന്ന് രാത്രി ഒരു സഹായം ആവശ്യമാണ്. തന്റെ തിരക്കുകളൊക്കെ മാറ്റിവെച്ച് ആ മനുഷ്യന്റെ കൂടെ അന്ന് പാർത്തെങ്കിൽ, സ്നേഹിതൻ എല്ലാ കാലത്തും സ്നേഹിക്കുന്നു, അനർത്ഥകാലത്ത് അവൻ സഹോദരനായി. പ്രിയ പ്രാർത്ഥന കേരള കൗൺസിൽ മെമ്പർമാരെ, സഹോദരന്മാരെ, സഹോദരിമാരെ, നമ്മുടെ മുമ്പിലും ഇതുപോലെയുള്ള ആളുകൾ വരാം. അനർത്ഥകാലത്ത് ഒരു സഹായമായി തീരുന്നെങ്കിൽ, ഒരു സ്നേഹിതന്റെ റോഡിലേക്ക് നമ്മൾ മാറുന്നെങ്കിൽ, കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് നമ്മൾ ചെയ്യുകയാണ്. ഈ പകൽ ഞാനിങ്ങനെ പറയട്ടെ, പ്രാർത്ഥന കേരള ചാപ്റ്ററിന്റെ അടുത്ത ഒരു വർഷത്തെ, കഴിഞ്ഞ ഒരു വർഷം മുഴുവൻ പ്രവർത്തിപ്പാൻ കൃപ തന്ന ദൈവം 2025 നിങ്ങളുടെ വിഷൻ എന്താണോ, നിങ്ങളുടെ ആഗ്രഹം എന്താണോ, അത് നിവർത്തിക്കുവാൻ സ്വർഗത്തിലെ ദൈവം നിങ്ങളൊന്ന് നിന്ന് കൊടുത്താൽ മതി, ഒന്ന് ഡെഡിക്കേറ്റ് ചെയ്താൽ മതി. സ്വർഗത്തിലെ ദൈവം നിങ്ങളെ അതിനെ സഹായിക്കും. പ്രത്യേകിച്ച് കർത്താവിന്റെ ദാസന്മാരോട് ചേർന്ന് കൗൺസിലിലേക്ക് വന്ന പുതിയ മെമ്പേഴ്സ്, നിങ്ങളെല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ, നിങ്ങളുടെ പ്രവർത്തനങ്ങളെ കർത്താവ് മാനിക്കട്ടെ. എല്ലാവിധ ആശംസകളും വിശേഷാൽ ഞാൻ പ്രതിദാനം ചെയ്യുന്ന UAE ചാപ്റ്ററിനെയും അപ്പോൾ തന്നെ മാനേജിംഗ് കൗൺസിലിനെയും പ്രതിനിധിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകളും നേരുന്നു. നിങ്ങളുടെ പ്രവർത്തനത്തെ കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ, ഇരട്ടി പ്രതിഫലം തന്ന് ദൈവം നിങ്ങളെ മാനിക്കട്ടെ. ഒരിക്കൽ കൂടെ പറയുന്നു, സ്നേഹിതൻ എല്ലാ കാലത്തും സ്നേഹിക്കുന്നു, അനർത്ഥകാലത്ത് ആ സഹോദരൻ റോഡിലേക്ക് നമുക്ക് വരാം. അതിനായി കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട്
അവസരങ്ങൾ അനുവദിച്ച കർത്തൃഭക്തിമാരോട് നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ വിരാമം കുറിക്കുന്നു.